മതം തിരിച്ച് ഇന്ത്യയിലെ പൗരന്മാരെ വേർതിരിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലി ജനബാഹുല്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. റംസാൻ മാസമായിരുന്നിട്ടും ആയിരങ്ങളാണ് മലപ്പുറത്തേക്ക് ഒഴുകിയെത്തിയത്. പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യവേ കേന്ദ്ര ഭരണം നിയന്ത്രിക്കുന്ന RSSനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പറഞ്ഞ ഓരോ വാക്കുകളും ഓരോ മതേതര വിശ്വാസിയും കേൾക്കേണ്ടതാണ്. ലോകം കണ്ട ഏറ്റവും ക്രൂരരായ ഭരണാധികാരികളായിരുന്ന ഹിറ്റ്ലറോടും മുസോളിനിയോടും ചങ്ങാത്തം പുലർത്തുകയും ശത്രുക്കളെ കൊന്നു തീർക്കുന്ന ഫാസിസ്റ്റ് നയങ്ങളെ മാതൃകയാക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ് RSS. അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ ഫാസിസത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇവിടെ നേരത്തെ ഭരണഘടനയുടെ ആമുഖം വായിക്കുകയുണ്ടായി. ആ ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങളാകെ ബോധപൂർവം തകർക്കുന്ന നടപടിയാണ് രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സാധാരണഗതിയിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം ഭരണഘടന അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ ഭരണഘടനയ്ക്കെതിരെ നിലപാടെടുത്ത് ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ഒരു കൂട്ടർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അത് RSS ആയിരുന്നു. ഇപ്പോൾ RSSൻ്റെ നേതൃത്വം അംഗീകരിച്ച BJP ആണ് കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ RSSൻ്റെ അജണ്ട ഓരോന്നോരോന്നായി ആ ഗവൺമെൻറ് നടപ്പാക്കുകയാണ്. RSSൻ്റെ അജണ്ട നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ്. ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ഒന്നല്ല. അവർ ജന്മം കൊണ്ട നാൾ മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അവർ സാധാരണ പറയാറ് ആർഷഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ്. എന്നാൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയം അത് ആർഷഭാരതവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ അവർ കാണുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായ ഒരു കൂട്ടരുണ്ട് എന്നാണ്. ആ ഒരു ആശയം അവർക്ക് ആർഷഭാരതത്തിൽ നിന്നോ നമ്മുടെ രാജ്യത്തിൻ്റെ വേദേതിഹാസങ്ങളിൽ നിന്നോ കിട്ടിയതല്ല. ആ ആശയം ഹിറ്റ്ലറുടെ ആശയമാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പാക്കിയ ആശയമാണ്. ഹിറ്റ്ലറുടെ ആഭ്യന്തര ശത്രുക്കളാണ് ഇവിടെയും RSS അവരുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി കണ്ടിട്ടുള്ളത്. ഹിറ്റ്ലർ അവിടെ കണ്ടത് അവിടുത്തെ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നു. RSSും ഇവിടെ കാണുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അപ്പോൾ ആശയം ഹിറ്റ്ലറുടേതാണ്. RSS കൃത്യമായി അവരുടെ ആശയം എഴുതി വെച്ചു. ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ. ഹിറ്റ്ലർ അവിടെ പറഞ്ഞത് ജൂതരും ബോൾഷെവിക്കുകളുമാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളെന്നാണ്. ജൂതർ അവിടുത്തെ ന്യൂനപക്ഷം, ബോൾഷെവിക്കുകൾ എന്നത് അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള വിളിപ്പേര്. അപ്പോൾ നാം കാണേണ്ടത് RSS പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഹിറ്റ്ലറുടെ ആശയമാണ്. എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി RSS മറ്റൊരു കാര്യവും പറഞ്ഞു. അത് ഈ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. ആ കാര്യത്തിലും അവർ മാതൃകയാക്കി കണ്ടത് ഹിറ്റ്ലറെ തന്നെയാണ്.
ഹിറ്റ്ലർ ജൂതരെ കൊലപ്പെടുത്തിയ രീതിയുണ്ട്. അത് ലോകമാകെ അപലപിച്ചതാണ്. അന്ന് ലോകത്ത് ഹിറ്റ്ലറെ അപലപിക്കാത്ത ഒരു കൂട്ടരെ മാത്രമേ കാണാൻ കഴിയൂ. അത് നമ്മുടെ രാജ്യത്തെ RSS ആണ്. അവർ പറഞ്ഞു, RSS അന്ന് തന്നെ പറഞ്ഞു വെച്ചു, രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് ജർമ്മനി ഉദാത്തമായ മാതൃകയാണ് കാണിച്ചിട്ടുള്ളത്. ആ മാതൃക നമുക്ക് അനുകരിക്കാവുന്നതാണ്. അനുകരണീയമായ മാതൃക എന്നാണ് RSS പറഞ്ഞു വെച്ചത്. അപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവർ പറയുന്ന ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് നേരത്തെ തന്നെ RSS പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് RSSൻ്റെ ആശയതലം. ഇനി അവരുടെ സംഘടനാ രൂപം, നമ്മുടെ രാജ്യത്തിൻ്റെ അവർ പറയുന്ന പഴയ പാരമ്പര്യം ആർഷഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരേടിൽ നിന്ന് എടുത്തതല്ല അവരുടെ സംഘടനാ രീതി. അവരേതു തരം സംഘടനാ രീതി സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി. അതിൻ്റെ ഭാഗമായി അവർ മുസോളിനിയെ പോയി കണ്ടു. മുസോളിനി അന്നത്തെ ഫാസിസ്റ്റ് നേതാവ്. മുസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാ രീതിയാണ് RSSന് വേണ്ടത് എന്ന് അന്ന് തന്നെ അവർ തീരുമാനിച്ചു. ആ തീരുമാനമാണ് RSS പിന്നെ നടപ്പാക്കിയത്. അപ്പോൾ ആശയം നാസി ഹിറ്റ്ലറുടെ ആശയം, സംഘടന ഫാസിസ്റ്റ് മുസോളിനിയുടെ സംഘടനാ രൂപം. ഇതാണ് RSS. അവർ ഇത്രയും കാലം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചത് ഇതേ നില വെച്ചുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി രാജ്യത്തിന് ഒരുപാട് തിക്തമായ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. നിരവധി ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്നിട്ടുണ്ട്. അതിൽ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാം വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ജീവനാശം വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിലൊന്നിലും ഒരു തരത്തിലുള്ള വിഷമവും RSSനില്ല. അവർ അതിനിയും കൂടുതൽ കൂടുതൽ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിമിലാണ്. മുസ്ലിമിനെ രാജ്യത്ത് രണ്ടാം തരം പൗരരാക്കി മാറ്റുകയാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്യേണ്ട വിഭാഗമായി മുസ്ലിമിനെ സംഘപരിവാർ കാണുന്നു. അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ നടപടികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.